ചുമന്ന മീൻ നമ്മുടെ ചെറിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് ചുമ്മാ അങ്ങനെയൊന്നുമില്ല, ഇങ്ങോട്ടെങ്കിലും പോകും. എല്ലാവരും സെറ്റാണ്. നമുക്ക് ഇത് കറങ്ങി അടിച്ചിട്ടൊക്കെ വരാം. മഴക്കോളൊക്കെ ഉണ്ട് ഇവിടെ ചെറുതായിട്ട്. പോയിട്ട് വരാം. പോസ്റ്റാണ് നമ്മുടെ വണ്ടിക്കകത്ത് മുഴുവൻ ഉറുമ്പുകൾ. കണ്ടാ ഉറുമ്പ്. ഇവിടെ ഫുൾ ഉറുമ്പ് ഉണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എവിടെ നോക്കിയാലും ഉറുമ്പുണ്ട്. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ കഴിച്ചില്ല. പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഞം കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് ഉറുമ്പൊടിയൊക്കെ തട്ടിയിട്ടിട്ട് അതൊക്കെ തുടച്ചിട്ടാണ് പിന്നെ നമ്മൾ പോകാൻ പറ്റിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറിയിട്ട് പെട്രോൾ അടിച്ചു. നേരെ നമ്മൾ കൊല്ലത്തോട്ട് പോകാനാണ് വിചാരിക്കുന്നത്. കാരണം ആദ്യം പറഞ്ഞ് ബീച്ചിൽ പോകണം എന്ന് കുറേ നാളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാമല്ലോ, കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ. അങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് അടുത്തുള്ളൊരു ബീച്ച് എന്ന് പറഞ്ഞാൽ കൊല്ലം ബീച്ചാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വർക്കല ബീച്ചിനേക്കാൾ കൊല്ലം ബീച്ചാണ്. അപ്പം നമുക്കൊരു ഇടവഴിയൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ചിക്കക്കടവ് പാലം, ചിക്കക്കടവ് വഴി കൂടാണ് നമ്മൾ കൊല്ലത്തോട്ട് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു 1 മണിക്കൂർ പോലും വേണ്ട വണ്ടിക്കകത്തൊക്കെ ആണെങ്കിൽ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ കൊല്ലത്തെത്തുന്നതിന് മുമ്പ് നമ്മൾ അടുത്തുള്ളൊരു കടയിൽ നമ്മൾ വീട്ടിലൂണ് തിരക്കിയാണ് പോകുന്നത്. അപ്പോൾ വീട്ടിലൂണ് പോലത്തെ ഒരു ഊണ് തന്നെയായിരുന്നു ഇവിടെയും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. കണ്ടാൽ ഒരു കുഞ്ഞു കടയാണ്. ഫസ്റ്റ് ഒരു 2 ടേബിൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫുഡിന് ഓക്കെ ആണോന്ന് അറിയത്തില്ലല്ലോ. അപ്പം വന്നപ്പോൾ ആദ്യക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞു. അപ്പം പൊറോട്ട ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി നമുക്ക് ഊണിൻ്റെ കൂടെ ഇവിടെ ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 3-4 കഷ്ണം, ഒരു ചിക്കൻ കറിയിലുള്ള കഷ്ണമല്ല ഞങ്ങൾക്ക് തന്നു. ഇത് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നിട്ട് കോവയ്ക്ക മെഴുക്ക് വരട്ടി, കോവയ്ക്ക തോരൻ, പിന്നെ നല്ല പുളിശ്ശേരിയും നാരങ്ങ അച്ചാർ, അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. സാമ്പാറും ഇതൊക്കെ നേരത്തെ തീർന്നെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മീൻ വറുത്തതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും 2 മത്തിയാണോ അങ്ങനെ എന്തോ, മത്തിയുടെ കൂട്ടിരിക്കും, തോടൻ മത്തിയോ. പിന്നെ മീൻ കറിയുണ്ട് ഇതിൻ്റെ കൂടെ. ഇതിൻ്റെ എല്ലാം കൂടെ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും ഒരു 100 രൂപ എന്തായാലും ഊണിനാവുമെന്ന്. അപ്പം ലാസ്റ്റ് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ പപ്പടം കൊണ്ടുവന്ന് തന്നത്. പിന്നെ ഞാൻ 2ാമതും ചോറ് വാങ്ങിച്ച് മീൻ കറിയൊക്കെ കൂട്ടി കഴിച്ചു. അങ്ങനെ ഞാൻ 2 വട്ടം ചോറ് വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ആദ്യമാണെങ്കിൽ 3 പൊറോട്ട കഴിച്ചു. അവന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ബിരിയാണി തീർന്നു പോയി. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ബില്ല് ചോദിച്ചപ്പോൾ 160 രൂപ ആയതേ ഉള്ളൂ. അതും ഈ വില സമയത്ത് നല്ല ഫുഡും നല്ല കറികളും അതിൻ്റെ കൂടെ 160 രൂപയും. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടി. ഇനി കണക്ക് തെറ്റിയതാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു ചിക്കൻ കറിയുടെ കാര്യം. പറഞ്ഞു അയ്യോ അത് കുഴപ്പമില്ല, അതെല്ലാം ഫ്രീ ആണെന്ന് പറഞ്ഞു. അടിപൊളി കടയാണ്. കടയുടെ പേരും ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇനി ഞങ്ങൾ വന്നാലും ഇവിടെ തന്നെ കയറും. കാരണം അടിപൊളി ഫുഡാണ്. അത് നമ്മുടെ നാടൻ ഫുഡ്, വലിയ വില, നാടൻ ഊണ്. അങ്ങനെ കഴിച്ച് വയറ് നിറഞ്ഞ് സംതൃപ്തരായാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി വരാമെന്നൊക്കെ പറഞ്ഞവരോട്. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ ഏകദേശം 3 മണിയായി. പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു ഇവിടെ. നമ്മളെങ്ങനെ പോകും എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ എന്തായാലും അവനെ കൊണ്ട് വന്നതല്ലേ. 3 മണി ആയതുകൊണ്ടായിരിക്കാം വലിയ ആളുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ താഴോട്ട് പോയി. അവനെ ഒന്ന് കടലിൽ ഇറക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ കൊല്ലത്ത് നമുക്ക് അങ്ങനെ ഇറങ്ങാനും ഒന്നും പറ്റത്തില്ല. സൂര്യൻ്റെ വെയിൽ അതികഠിനം. നമ്മളെന്നാലും പൊരിഞ്ഞ വെയിലത്ത് ഇവിടം വരെ വന്നേലേ, ഭയങ്കര വെയിലുണ്ട്. അതിനിടയ്ക്കൂടെ മഴക്കോളും ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ ബീച്ചിൻ്റെ പാർക്കിലോട്ട് പോയില്ല. പാർക്ക് ഓപ്പൺ അല്ലായിരുന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ വന്നപ്പോൾ നോക്കിയായിരുന്നു. പാർക്കിൽ പോയാലും ആദ്യം അങ്ങനെയുള്ള വലിയ സാധനങ്ങളിലൊന്നും കയറാറില്ല. അവന് ഈ വെള്ളം അതൊക്കെയാണ് ഇഷ്ടം. അവന് വെള്ളം കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവൻ ഇവിടെ എൻ്റെ അടുത്തുനിന്ന് ഓടി. അച്ഛൻ്റെ കൂടെ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവൻ ഓടി ചുമ്മാ ഇങ്ങനെ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ മണ്ണിൽ കളിക്കുക, ഇതൊക്കെയാണ് അവൻ്റെ പ്രത്യേക പരിപാടി. അപ്പോൾ എൻ്റെ അടുത്ത് ചെരുപ്പ് ഊരി തരാമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ അവൻ തന്നെ ചെരുപ്പ് ഊരി ഇട്ടിട്ട് അതൊന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ് ഓടി വെള്ളത്തിലിറങ്ങാം എന്ന് വിചാരിച്ച് പോകുന്നുണ്ട്.
കടൽ കുറച്ച് കയറി കിടക്കുവാണോ എന്ന് എനിക്ക് തോന്നി. കാരണം പല സ്ഥലത്തുനിന്നും നമ്മൾ ആ നിൽക്കുന്ന അടുത്ത് വരെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നല്ല വേവ്സ് ആയിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടൊക്കെ എനിക്ക് നിൽക്കാൻ ഭയങ്കര പേടി. ഞാനിങ്ങനെ വെള്ളത്തിൽ കണ്ട വെള്ളം നമ്മൾ നിൽക്കുന്നിടത്ത് വരെ വന്നിട്ടുണ്ട്. ഭയങ്കര പേടിയാണ്. അവനൊന്ന് കൈ വിട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത അതാ. പിന്നെ ഗാർഡ് ഇഷ്ടം പോലെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. കുറേ പിള്ളേരിങ്ങനെ കുളിക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരാരും ഇറങ്ങേണ്ട, ഒരു സ്പേസ് കഴിഞ്ഞ് കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ സമ്മതിക്കത്തേയില്ല. അതിനിടയ്ക്കൂടെ നമ്മുടെ ഒരു കൊക്കുച്ചാരും ഇതുപോലെ വന്നിട്ട് ഇനി ബീച്ചിൽ കളിക്കാൻ വന്നതാണോ എന്നറിയത്തില്ല. പുള്ളിക്കാരനും അവിടെ ഇങ്ങനെ നിന്നിട്ട് മീനിനെ ഉദ്ദേശിച്ചാണോ അവിടെ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. എനിക്ക് കണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പുള്ളി ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങും. അത് കഴിയുമ്പോൾ തിരമാല അടിച്ച് മേളിൽ കയറ്റും. പിന്നെ ഇയാൾ വലിയ ഇതായിട്ട് ഇങ്ങനെ പോവും. പിന്നെയും തിരമാല വന്ന് അടിച്ച് കൊണ്ട് കളയാതായിരുന്നു. കുറേ നേരം ഞാനിങ്ങനെ അത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ അടുത്തോട്ട് വെള്ളം വന്നു. ഞാൻ അവസാനം ഓടേണ്ട ഒരവസ്ഥ വന്നു. എനിക്ക് ഈ കടൽ ഭയങ്കര പേടിയാണ്. പക്ഷെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങാറില്ല. എനിക്കത് കാണുമ്പോൾ എന്തോ ഒരു പേടിയാണ്. വെള്ളത്തിലിറങ്ങിയാലും ഞാനൊരു അറ്റത്ത് നിന്നിട്ടേ ഇറങ്ങത്തുള്ളൂ, ദൂരേക്കൊന്നും പോകത്തില്ല. അപ്പോൾ ഇവിടെ ഭയങ്കര തിരമാലയായിരുന്നു. ഞാൻ കുറേ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നിന്നിരുന്നത്. പക്ഷേ എൻ്റെ അടുത്തോട്ട് വരെ തിരമാല വന്ന് ഞാൻ അവസാനം കുറച്ച് ഓടി മുന്നോട്ട് പോകേണ്ടി വന്നു. പക്ഷേ ഞാൻ ഓടുന്ന ആ സ്ഥലമില്ലേ, അവിടം വരെയൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും അവിടെ പോയി നിൽക്കുന്നുണ്ട്. പിന്നെ അൻചേട്ടൻ പിന്നെ അവനെ നോക്കിക്കോളും. അൻചേട്ടൻ്റെ കൈ വിട്ട് അവനങ്ങനെ കടലിലേക്ക് ഓടുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. അങ്ങനെ കുറേ നേരം നിന്നു. തിര വരുന്നില്ലെന്ന് ഉറപ്പാക്കിയപ്പോഴത്തേക്കും ഞാൻ അവിടെ നമ്മുടെ സ്ഥിരം പരിപാടി കടലമ്മ കള്ളി എന്ന് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എഴുതിയത് വെറുതെ ആയിപ്പോയി. ഒരു തിരമാല പോലും അത് വന്ന് എടുത്തുകൊണ്ട് പോയില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞങ്ങൾ വരാൻ നേരം എടുത്തുകൊണ്ട് അവിടം വരെ തിര വന്നായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെയൊക്കെ എഴുതി. ഞാനാണ് ഈ പടമൊക്കെ വരച്ച് വെച്ചേക്കുന്നത് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി. പക്ഷേ ആരും വന്നില്ല. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെ നമ്മുടെ പണിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നടന്നു. നമ്മൾ ഒരുമിച്ച് പോകുമ്പോഴത്തേക്കും ഒരു സന്തോഷം അത് വേറെയല്ലേ. അത് എപ്പോഴും നമുക്ക് കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ 3 പേരും സന്തോഷമായാലും സങ്കടമായാലും മിക്കവാറും വരുന്ന സ്ഥലമാണ് കൊല്ലം ബീച്ച്. ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെയാണ്. പിന്നെ നമുക്കും കുഞ്ഞുങ്ങളെ പോലെ കളിക്കാനൊക്കെ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓടിച്ചാടാനും കുഞ്ഞുങ്ങളുടെ കൂടെ ആയാലും ഇവിടെ പലതരത്തിലുള്ള ആൾക്കാരല്ലേ വരുന്നത്. അപ്പോൾ അവരായാലും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല, നമ്മളും അവരെ നോക്കത്തില്ല. പിന്നെ ഞാൻ 2 പേരെ സെൽഫി എടുക്കാനാണെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി. അവൻ കാണിക്കുന്ന കോക്കറികളൊക്കെ ഇങ്ങനെ ഞാൻ നോക്കി കുറേ സെൽഫിയൊക്കെ എടുത്തു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യം ഫോട്ടോ എടുത്തതിന് ചാവും. മെയിനായിട്ട് ഫോട്ടോ. ഞാനാണ് ഇവിടുത്തെ ക്യാമറാമാൻ. എന്നെക്കൊണ്ട് ഇഷ്ടം പോലെ ഫോട്ടോ എടുപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനും അതും കൂടെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു. ഇങ്ങനെ മണ്ണിലൊക്കെ കളിച്ച് നമ്മുടെ ഒരു പഴയ ഒരു കുട്ടിക്കാലമൊക്കെ നമ്മളും മറന്ന് കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ കളിക്കുമല്ലോ. അപ്പം നല്ല മഴക്കോളായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഒരു 4:30 ആയപ്പോഴത്തേക്ക് നല്ല മഴക്കോളൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ ആളുകളൊക്കെ ആ സമയത്ത് വരാനിങ്ങനെ വരുന്നതേ ഉള്ളായിരുന്നു. പിന്നെ അങ്ങും ഇങ്ങനെ മരത്തടിയിലൊക്കെ കപ്പിൾസും അവരും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ കൂടെ ഞാനും അവനും കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഓടിക്കളിച്ചു. പിന്നെ നമ്മുടെ നല്ല ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അടിപൊളിയായിരുന്നു. അവസാനം അതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് പോകാൻ സമയമായി. കാരണം മഴയായിക്കഴിഞ്ഞാൽ നമ്മൾ ബൈക്കിലാണല്ലോ വന്നത്. മഴയായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒട്ടും പോകാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറേ നേരം കൊണ്ട് അവരെ വിളിക്കുന്നുണ്ട്. പക്ഷേ അവർ പിന്നെയും എന്തോ കുഴിയൊക്കെ എടുക്കട്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തൊക്കെയോ പടം വരയ്ക്കാനല്ല, എന്താ മണ്ണിൽ വീടുണ്ടാക്കാനോ അങ്ങനെയൊക്കെയോ. അങ്ങനെ പിന്നെ രണ്ടും കൂടി ഇരുന്ന് വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്തുവാടാന്ന്. അപ്പോൾ പറഞ്ഞു വീടുണ്ടാക്കുവാന്ന്. വീടുണ്ടാക്കിയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ കുറച്ച് നേരം പോയി അങ്ങ് ദൂരം കടലൊക്കെ നോക്കി ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരുന്ന് അവർ വീടൊക്കെ ഉണ്ടാക്കുക. എനിക്ക് ഈ പരിപാടികളൊന്നും വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ടേ ചെന്നിട്ടില്ല. വീടോ? വീടിന് വാതിലുണ്ടോ? എന്താ? ഓ, ഗുണാക്കേവോ? ഒരു കുഴിയോ? നീ എന്തോടാ കിണറെടുക്കാൻ പോവാന്നോ? കിണർ കുഴിക്കാൻ പോവാന്നോ?
അഞ്ചിടാ മതി കുഞ്ഞ്. അങ്ങനെ അവരുടെ കൊട്ടാരവും ഗുണാക്കേവും ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വലിയൊരു തിരമാല വന്നു. കൊട്ടാരവും പോയി, ഗുണാക്കേവും പോയി, എല്ലാം പോയി. അതുവരെ അവിടം വരെ വന്ന് എല്ലാം അടിച്ചെടുത്തുകൊണ്ട് പോയി. എനിക്ക് പേടിയായിരുന്നു കുഞ്ഞപ്പുറത്തേക്കുന്നത്. കാരണം ഇപ്പുറത്തൂടെയും അപ്പുറത്തൂടെയും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ തിരമാല വരുന്നത്. ഞാൻ ഓടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത്രയും സ്പേസിൽ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. കുഞ്ഞവിടെ കിടന്ന്, കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞ് മാത്രമല്ല എല്ലാവരുടെയും പിള്ളേരിങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ മഴക്കോളും പിന്നെ നമ്മുടെ ഗുണാക്കേവും കൊട്ടാരവും എല്ലാം തിരമാല വന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്കിനി പോകാം, ഇനി നമുക്ക് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ മഴക്കോളും ഒത്തിരി അധികമായി. പക്ഷേ അവിടെ മഴ പെയ്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമ്മളെന്തായാലും മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഇങ്ങി പോന്നു. അങ്ങനെ ഐസ്ക്രീം ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ അവിടെ ഒരു കട കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച് നമ്മുടെ മറ്റേ നെല്ലിക്ക, അങ്ങനെ കടലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പം ഈ പല പാട്ടയ്ക്കകത്ത് ഇങ്ങനെ കണ്ണിമാങ്ങ മറ്റേ ഉപ്പിലിടത്തില്ലേ, അതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അടുത്ത് ചെന്നപ്പോഴാണ് കുലുക്കി സർബത്താണെന്ന് അറിഞ്ഞത്. പക്ഷേ നല്ല കുലുക്കി സർബത്തായിരുന്നു. ഞാൻ ഓറഞ്ച് ഫ്ലേവറിൻ്റെയാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നു. പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. പിന്നെ മധുരത്തിൻ്റെ ആണോ എന്നറിയത്തില്ല, നല്ലൊരു മധുരത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുലുക്കി സർബത്തും കഴിച്ചു. അൻഷേട്ടന് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഓറഞ്ച് ലൈം കഴിച്ചപ്പോൾ അവന് ഗ്രേപ്പല്ലല്ലോ സ്ട്രോബെറി വേണമെന്ന് പറഞ്ഞു. എനിക്ക് സ്ട്രോബെറി ഫ്ലേവർ ഇഷ്ടമല്ല. സ്ട്രോബെറി ഫ്ലേവർ ഒരുമാതിരി മറ്റേ മരുന്നിൻ്റെ ചെവ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പിന്നെ അൻഷേട്ടനോട് കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചത്. അവന് പിന്നെ സ്ട്രോബെറി ഫ്ലേവർ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു സ്ട്രോബെറി ഫ്ലേവറിൻ്റെയും കൂടെ പറഞ്ഞു. ഇത് 2 80 രൂപ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. സ്ട്രോബെറി ഫ്ലേവർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചോദിച്ച് എനിക്കൊരു ശകലം തന്നു. കുടിച്ചു നോക്കിയപ്പം കറക്റ്റ് മധുരം ഇതിൻ്റെ ചെവയായിരുന്നു, മരുന്നിൻ്റെ ചെവയായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം. വേറെ പരിപാടിയൊന്നുമില്ല. പോകുന്ന വഴിയിലൊരു ചായ കുടിക്കണം. ആദിക്ക് ബൂസ്റ്റ് ഇവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് ബൂസ്റ്റ് ഇട്ട് ചായ വേണമെന്നാണ് പറഞ്ഞത്. അവൻ ചായ ബൂസ്റ്റ് ഇട്ടത് 2 ഗ്ലാസ്സൊക്കെ കുടിക്കും. അപ്പോൾ ഇവനോട് കൊള്ളാമെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇയാളൊന്നും മിണ്ടുന്നൊന്നുമില്ല. എനിക്കൊരു ശകലം പോലും ടേസ്റ്റ് ചെയ്യാൻ പോലും തന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാർക്കിലൊന്നും കയറിയില്ല. ആ സമയത്ത് പാർക്കൊക്കെ ഓപ്പൺ ആയിരുന്നു. പാർക്കിൽ കയറിയാൽ ഇവൻ അങ്ങനെ പാർക്കിൽ അങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും കയറാറില്ല. പിന്നെ വെറുതെ ഇങ്ങനെ നടക്കാറേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഞാൻ ഈ വശത്താണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. 2 പിള്ളേരെ കുട വന്നടിച്ചു. ഭയങ്കര രസമായിരുന്നു അത് കാണാൻ. ആ പിള്ളേരുടെ പുറകെ പോവുമായിരുന്നു ആ വലിയ കുട. അവസാനം വണ്ടി അവിടെ നിർത്തി അഞ്ചേട്ടൻ കുറേ നേരം ചിരിച്ച് അത് കഴിഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ ഇനി നമുക്ക് ഈ വർഷം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കൊല്ലം ബീച്ചിൽ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറേ തവണ വന്നിട്ടുണ്ട്. അപ്പം അടിപൊളിയാണ് നമ്മുടെ കൊല്ലം ബീച്ചും, അടിപൊളിയാണ് എല്ലാം കൂടി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേന് മഴ പെയ്തു. അപ്പം ഞാൻ പറഞ്ഞു നല്ല ചായക്കട ഉണ്ടെങ്കിൽ നമുക്ക് കയറി നിന്നാൽ ചായ കുടിക്കാമല്ലോ എന്ന്. പക്ഷേ നടന്നില്ല. വേറൊരു കടയുടെ മുമ്പിൽ കയറി നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറിയപ്പോഴത്തേന് ആദ്യം നല്ല ഉറക്കം. ആദ്യക്ക് ബൂസ്റ്റ് ഇട്ട ചായയൊക്കെ പറഞ്ഞു, പക്ഷേ അവൻ കുടിച്ചില്ല, എഴുന്നേറ്റില്ല. ഇവിടുന്ന് പിന്നെ നല്ല മോദകം കിട്ടി. ഇവിടെ മഴ തോന്നും, ഇവിടെ വലിയ മഴയില്ലായിരുന്നു. അപ്പോൾ നല്ല മോദകം ഉണ്ടായിരുന്നു, നല്ല പയറൊക്കെ ഫില്ല് ചെയ്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോദകവും ഏത്തയ്ക്ക. അപ്പോൾ എൻ്റെ ഫേവറേറ്റാണ്. അങ്ങനെ അച്ഛൻ എനിക്ക് മോദകം വാങ്ങിച്ചു തന്നു. പക്ഷേ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല. ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടേ ചായയും അതും കൂടെ കുടിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കുടിച്ചു. അവന് പറഞ്ഞ ബൂസ്റ്റ് പിന്നെ ഞങ്ങൾ ഷെയർ ചെയ്ത് കുടിക്കേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകണം. പോകുന്ന വഴിയിൽ കുറച്ച് മീൻ വാങ്ങിക്കണോ പച്ചക്കറി വാങ്ങിക്കണോ എന്നുള്ള കൺഫ്യൂഷനില്ല. പിന്നെ മീൻ കടയിൽ വന്നു. മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മുടെ ഉലുവാച്ചി, നമ്മൾ സ്ഥിരം മീൻ വാങ്ങിക്കുന്ന ഇവിടുന്ന് ഉലുവാച്ചി, പിന്നെ ചുമന്ന മീൻ, കൊഞ്ച്, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെറൈറ്റിക്ക് ഉലുവാച്ചി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ മറ്റേ കടയുടെ അവിടെ ചാരി നിന്നതിൻ്റെ അഴുക്കെൻ്റെ ഉടുപ്പിൻ്റെ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ ഉലുവാച്ചി വാങ്ങിച്ചു. ഉലുവാച്ചിക്ക് കിലോ 160 തോങ്ങണ്ടായിരുന്നു. പക്ഷേ അടിപൊളി മീനായിരുന്നു. കറി വെച്ച് കൂട്ടിയപ്പോഴത്തേനും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൂടെ കയറി കുറച്ച് സാധനം വാങ്ങിക്കണമായിരുന്നു, അതും വാങ്ങിച്ചു. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോയി എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോകാം.
ചിക്ക് ചിക്ക് ചിക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. മഴ ഇവിടെ കണ്ടോ, ഭയങ്കര മഴയായിരുന്നെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല മഴയുണ്ട്. വീട്ടിലെത്തി വന്നിരുന്നു. എന്തോ അതിനകത്ത് നോക്ക, അതിനകത്ത് ഒന്നും കാണത്തില്ല. എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര. ഞാൻ കണ്ടില്ല കുഞ്ഞെ, ഇതിന്റെ അടിയിലുണ്ടോ നോക്ക്. ഓരോ സാധനങ്ങളും നമ്മൾ തപ്പിയെടുക്കണം. എന്ത് ചെയ്യാനാന്ന് പറ. എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കളയും. ഞാൻ നമുക്ക് വേറെ വാങ്ങിക്കാം. അങ്ങനെ ഇനി നമുക്ക് ഫുഡ് വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര വയ്യായ്മയല്ലേ. ഇവിടെ ഇരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കട്ടിലുണ്ടോ, കട്ടില് ഫുള്ള് വൃത്തികേടായിട്ട് കിടക്കും. ഇനി ഇവിടെ കുറച്ച് വൃത്തിയാക്കാനുണ്ട്. നമുക്ക് നമ്മുടെ ജോലിയൊക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, ഡ്രസ്സൊക്കെ മാറി സെറ്റായി. അപ്പം ഞാനൊരു ഈവനിങ് വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴത്തേനും ഇത് കുറേ ലെങ്ത് ഉണ്ട്. ഞാൻ ഉലുവാച്ചി വെട്ടുന്നതും കറി വെക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് അറിയുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.